ഓഫീസ് കഴിഞ്ഞ് വന്നു. ഇനി 6:30 ആകുമ്പോൾ നമ്മുടെ ടീം പൂമ്പാറ്റയുടെ ഔട്ടിംഗ് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഓണത്തിന് ഞങ്ങളൊരു ടീമൊക്കെ സെറ്റാക്കി കളിച്ചാൽ നമ്മുടെ ടീം പൂമ്പാറ്റയുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ഈവനിങ് ഔട്ട് ഇന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പെട്ടെന്നായിരുന്നു. പക്ഷേ അതിനു മുന്നേ എനിക്ക് ഭയങ്കര വിശപ്പാണ്, വയറ് കത്തുകയാണ്. ഈ 1 hour വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് എൻ്റെ വിശപ്പടക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം. അപ്പം എൻ്റെ കയ്യിലാകെ ഉള്ളത് ടൊമാറ്റോ, പിന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ റൈസ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ലെറ്റ്സ് മേക്ക് ടൊമാറ്റോ റൈസ്. അത് കുക്കറൊന്നും ഇല്ലാതെ കേട്ടോ, സിമ്പിളായിട്ട് കുറച്ച് തക്കാളി എടുത്ത് ഉടച്ച് അങ്ങോട്ട് പണിതിട്ട് അതിനകത്ത് കുറച്ച് റൈസ് ഇട്ടാൽ ടൊമാറ്റോ റൈസ് റെഡി. So next, put some onion with വൃത്തിയുള്ള കൈ. അല്പം ഉപ്പിട്ടാലോ? ഉപ്പ് കൂടിപ്പോയെന്ന് തോന്നുന്നു. ഫൈനലി നമ്മുടെ മെയിൻ ഐറ്റം തക്കാളി. ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. നമ്മൾ റൈസ് ടൊമാറ്റോയിലോട്ട് ഇട്ടിട്ടില്ല, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് കഴിക്കുന്നത്. അതുകൊണ്ട് ടൊമാറ്റോ റൈസ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ റൈസ് വിത്ത് ടൊമാറ്റോ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ചോറും കോവയ്ക്ക മെഴുക്ക് പുരട്ടിയും തക്കാളിയും തൈരും കൂട്ടി നല്ലൊരു പിടി അങ്ങ് പിടിച്ചു. സൂപ്പർ. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പൂമ്പാറ്റകളുടെ ടീം ഔട്ട് നമ്മുടെ ടീം ഹോട്ടൽസിലായിരുന്നു. ഇതാണ് വന്ദന, ജമ ചേച്ചി, അരുണിമ ചേച്ചി, അപ്പുറത്തിരിക്കുന്ന എൻ്റെ സ്വന്തം ചേച്ചി അനു, പിന്നെ നമ്മുടെ റോജ ചേച്ചിയുണ്ട്. കഴിഞ്ഞ ദിവസം ജമ ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പോൾ അന്ന് ഞങ്ങൾക്ക് വിഷ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് സർപ്രൈസ് ആയിട്ടൊരു ടീം ഹോട്ടൽസിൽ വെച്ചിട്ടൊരു ചെറിയൊരു കേക്ക് കട്ടിങ് കൂടി. നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല, അങ്ങനെ UK വന്ന് ഇത്രയും വർഷമായിട്ട് ഗേൾസ് മാത്രമുള്ളൊരു എൻ്റെ ഫസ്റ്റ് എന്താ പറയുക ഔട്ടിംഗ് ആയിരുന്നു കേട്ടോ. അതായത് അടിപൊളിയായിരുന്നു. ജമ ചേച്ചി ഹാപ്പി എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ എന്തായാലും വളരെ ഹാപ്പി ആയിരുന്നു. പിന്നെ ടീം ഹോട്ടൽസിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് പുറത്തുകൂടെ തേരാപ്പാര നടന്ന് ഞങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വിശേഷം പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.